ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ ഒരു തനി നാടൻ വിഭവമായ ചക്കക്കുമ്പിളാണ് കേട്ടോ. എല്ലാ മലയാളികൾക്കും തന്നെ ഈ ചക്കക്കുമ്പിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമുക്ക് ഈ നല്ല തേൻ വരിക്ക ചക്കയൊക്കെ കിട്ടുന്ന സീസണിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിക്കാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളിത് കാണിച്ചു തരണേ കേട്ടോ. ഇത് ചക്ക നല്ല പഴുത്തിട്ടുള്ള ചക്ക കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നമുക്ക് ചകിണിയും കുരുവൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ജാറിനകത്തോട്ട് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അരച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ചക്കയുടെ ചുളയെടുത്തിട്ട് ക്യൂബായിട്ട് അരിഞ്ഞതിനകത്ത് ചേർക്കാം കേട്ടോ. പിന്നെ അരച്ച് വെച്ചതിനകത്തോട്ട് നമുക്ക് ഒരു 2 മുറി തേങ്ങ ചിരകിയത് ചേർക്കണം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് ജീരകപ്പൊടി. അത് ഞാൻ അര ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. രണ്ടും അര ടീസ്പൂൺ വീതം എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാനാണ് കേട്ടോ. അധികം ഡാർക്ക് ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല, ഒരു ലൈറ്റ് ബ്രൗൺ ആയിരുന്നാൽ മതി. ഞാനിവിടെ 3 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടും കേട്ടോ. പിന്നെ ഹെൽത്ത് കൺസേൺ ഉള്ളവർക്കൊക്കെ അത് വേണമെങ്കിൽ കുറച്ചിട്ടും എടുക്കാം. നമ്മൾക്ക് എത്ര തേങ്ങാക്കൊത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രമേ ചേർത്താൽ മതി കേട്ടോ. നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങളത് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ച് ചക്കയ്ക്കകത്തോട്ടേക്ക് ഞാനൊരു 250 ഗ്രാം റോസ്റ്റഡ് റവ ചേർക്കുന്നുണ്ട്. പിന്നെ നൈസ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതായത് അരിപ്പൊടി, അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്തതിനകത്തോട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മളുടെ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന്, നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര, അത് ജാഗിരി, പല നാട്ടിലും പലതാണ് പറയുന്നത്. ശർക്കര എന്ന് അധികം പേര് പറയാറെന്ന് തോന്നുന്നു. അതിനകത്തോട്ട് തണുത്തതിന് ശേഷം നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 hour വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ റവയൊക്കെ വെള്ളമൊക്കെ കുടിച്ച് നല്ല കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഇലയാണ്. ഈ ഇല എന്ന് പറഞ്ഞാൽ അധികം പേർക്കും അറിയാം, എന്നാൽ കുറേ പേർക്ക് അറിയത്തില്ല. ഇല എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ മണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കറുവയിലയുടെയൊക്കെ ഇത് ബേ ലീഫിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. ഇതിനകത്ത് കുമ്പിളുണ്ടാക്കിയാൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഈ ഇടനയില കിട്ടുന്നവരൊക്കെ ഇതിനകത്ത് തന്നെ വന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനകത്ത് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ടേസ്റ്റ് വേറെ ഒന്നിലും കിട്ടത്തില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. താങ്ക് യു.